കരുവന്നൂർ കള്ളപ്പണ കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസ് നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകും. 3 തവണ നോട്ടീസ് നൽകിയതെങ്കിലും തെരഞ്ഞെടുപ്പ് തിരക്കായതിനാൽ ഹാജരായിരുന്നില്ല. ED നേരത്തെയും വർഗീസിനെ പലതവണ ചോദ്യം ചെയ്തിരുന്നു. അർജുൻ മട്ടന്നൂർ നൽകും വിവരങ്ങൾ. അർജുൻ, വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു. ED കൂടുതൽ ശക്തമായ അന്വേഷണത്തിലേക്ക്, നടപടികളിലേക്ക് നീങ്ങുകയാണോ? വിനീത, വോട്ടെടുപ്പിന് മുൻപ് തന്നെ 2 കേസുകളിൽ, അതായത് കരുവന്നൂർ കള്ളപ്പണ കേസിലും CMRLുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് കരുവന്നൂർ കേസിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിനോട് ഇക്കഴിഞ്ഞ 22-ാം തീയതി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം അന്ന് ഹാജരായിരുന്നില്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടമായതുകൊണ്ട് തന്നെ സംഘടനാ ചുമതലയുള്ളതിനാൽ തിരക്കാണെന്നും തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ശേഷം ഹാജരാകാമെന്നുമായിരുന്നു മറുപടി. എന്നാൽ തുടർച്ചയായ 3 ദിവസമാണ് അദ്ദേഹത്തിന് നോട്ടീസ് നൽകി ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. 3 ദിവസവും എം വർഗീസ് ഹാജരായിട്ടുമില്ല. അതിന് പിന്നാലെയാണ് നാളെ ഹാജരാകാൻ വേണ്ടി എം വർഗീസിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നാളെ ഹാജരാകുമെന്ന് എം വർഗീസ് ഇന്നലെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. CPMന്റെ ഏരിയ കമ്മിറ്റികൾ അടക്കം വിവിധ കമ്മിറ്റികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാനാണ് തൃശൂർ ജില്ലാ സെക്രട്ടറിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് ബിനാമി വായ്പകൾ വഴി തട്ടിയെടുത്ത പണത്തിന്റെ ഒരു പങ്ക് ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. മുൻ MP PK ബിജുവിനെ അടക്കം കഴിഞ്ഞ മാസം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കേസിൽ നേരത്തെ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിൽ 2ാം ഘട്ട അന്വേഷണമാണ് നടക്കുന്നത്. കരുവന്നൂരിൽ CPMന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിൽ തൃശ്ശൂരിലെ വിവിധ അക്കൗണ്ടുകൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ആസ്തി വകകൾ, അതിന്റെ വിവരങ്ങൾ ഒക്കെ തന്നെ ഹാജരാക്കാൻ വേണ്ടിയാണ് എം വർഗീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൃശ്ശൂരിലെ മറ്റ് ചില ബാങ്കുകളിലും, കരുവന്നൂരിന് പുറമെ മറ്റ് ചില ബാങ്കുകളിലും ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് ED പറയുന്നത്. എന്തായാലും ഇതിന്റെ വിവരങ്ങളൊക്കെ തന്നെ നേരത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും RBIക്കും ED കൈമാറുകയും ചെയ്തിരുന്നു. എം വർഗീസിനെ ആദ്യഘട്ടത്തിൽ പലതവണ ചോദ്യം ചെയ്തതാണ്. എന്തായാലും 2ാം ഘട്ടത്തിലും അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നു. നാളെ വർഗീസ് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകും. വിനീത, ശരി. എം വർഗീസിനെ നാളെ എന്തായാലും ED വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. അക്കൗണ്ടിന്റെ രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ത്വരിതഗതിയിൽ അന്വേഷണം ED മുന്നോട്ട് കൊണ്ടുപോകുന്നു കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ എന്നതാണ്.